നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്വകാര്യ ആശുപത്രികൾ എത്ര തന്നെ തലയുയർത്തിയാലും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് അവയുടേതായ തലയെടുപ്പും വിശ്വാസ്യതയുമുണ്ട്. ഡോക്ടർമാരും ജീവനക്കാരും ഒന്നുകൂടി ഒത്തുപിടിച്ചാൽ ഈ വിശ്വാസ്യതയും മഹത്വവും ഇനിയും ഉയർത്താവുന്നതേയുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 150 കോടി രൂപ കൂടി അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയുടെ വിശദാംശങ്ങൾ കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 150 കോടി രൂപ ലഭ്യമായതായി ആരോഗ്യമന്ത്രി VS ശിവകുമാർ. ക്യാൻസർ സെന്ററിന് 42 കോടിയും ലഭിക്കും. ഊർജിത ഭക്ഷ്യസുരക്ഷാ വാരത്തിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കം. പദ്ധതികൾ വേണ്ടവിധം ജനങ്ങളിലെത്തുന്നില്ലെന്ന് മേയറുടെ വിമർശനം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 50ാം ചരമവാർഷികത്തിൽ ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 150 കോടി രൂപ ലഭ്യമായതായി ആരോഗ്യമന്ത്രി VS ശിവകുമാർ. കൂടാതെ ക്യാൻസർ സെന്റർ സ്ഥാപിക്കാൻ 45 കോടിയും അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടിയന്തര വകുപ്പ് തലവന്മാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സർവീസ് കാലാവധി നീട്ടുകയില്ലെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. ഇക്കാര്യം സർക്കാർ ചിന്തിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വകുപ്പ് തലവന്മാരുടെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല, തീരുമാനമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 150 കോടി ലഭ്യമാക്കിയതായും മന്ത്രി പറഞ്ഞു. കൂടാതെ ക്യാൻസർ സെന്റർ സ്ഥാപിക്കാൻ 45 കോടിയും ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. PMSSI ഫണ്ടിൽ നിന്നും 150 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് HODമാർ പറഞ്ഞ പല കാര്യങ്ങളും അതിൽ തന്നെ ചില അടിസ്ഥാന സൌകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിന്റേതായ പ്രോജക്ടുകൾ തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 100 ദിന 200 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം, ക്യാന്റീൻ, രക്താർബുദ ചികിത്സാ വാർഡ്, വന്ധ്യതാ നിവാരണ ചികിത്സാ സംവിധാനം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രെയിനിംഗ് സെന്റർ, ഹൃദ്രോഗ ചികിത്സാർത്ഥമുള്ള പുതുതായി ഒരു കാത്ത് ലാബ് എന്നിവയും യാഥാർത്ഥ്യമാക്കും. ക്വാളിറ്റി മെഡിസിൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ലഭ്യമാവാൻ കാലതാമസം നേരിടുമെന്നതിനാൽ ആവശ്യമായ മരുന്നുകൾ എത്തിക്കാൻ DMEക്ക് 2 കോടിയും DHSന് 1 കോടിയും ലോക്കൽ പർച്ചേസിന് അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. MK രാഘവൻ MP, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ബോധവൽക്കരണ പരിപാടികൾ ജനങ്ങളിലെത്തിക്കാൻ സർക്കാർ ക്രിയാത്മകമായി ഇടപെടണമെന്ന് മേയർ പ്രൊഫസർ AK പ്രേമജം. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നില്ലെന്നും മേയർ കുറ്റപ്പെടുത്തി. ഊർജിത ഭക്ഷ്യസുരക്ഷാ വാരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. സംസ്ഥാനത്ത് 2014 മെയ് 26 മുതൽ ജൂൺ 1 വരെയാണ് ഊർജിത ഭക്ഷ്യസുരക്ഷാ വാരമായി ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാതല പരിപാടികൾ നടന്നുവരികയാണ്. സുരക്ഷിത ഭക്ഷണം ആരോഗ്യത്തിന് ആധാരം പദ്ധതി സ്കൂൾ കുട്ടികളിൽ നടപ്പാക്കാനും സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം അളകാപുരി ഓഡിറ്റോറിയത്തിൽ മേയർ AK പ്രേമജം നിർവഹിച്ചു. ബോധവൽക്കരണത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന കാര്യം ഉദ്യോഗസ്ഥരും സർക്കാരും പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മേയർ പറഞ്ഞു. ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്ന സന്ദേശം സർക്കാരും ഉദ്യോഗസ്ഥരും ആദ്യം ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ അത് ഫലവത്താകൂ. സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും മേയർ പറഞ്ഞു. ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഉറപ്പുവരുത്താനും കൂടി സർക്കാർ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഈ അവസരത്തിന് സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ജില്ലാ സപ്ലൈ ഓഫീസർ K ലത അധ്യക്ഷം വഹിച്ചു. ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ P ശിവദാസൻ, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സലീം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധി A വിജയൻ,
MP രമേശ്, കെ സേതുമാധവൻ, കെ ഹസൻ കോയ, VKC മുഹമ്മദ് കോയ, മുഹമ്മദ് സുഹൈൽ, ബൈജു, കെ ബീരാൻ എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യസുരക്ഷയുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സലീം, ഭക്ഷ്യസുരക്ഷാ നിയമവും ബോധവൽക്കരണവും എന്ന വിഷയത്തിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ PK ഏലിയാമ്മ എന്നിവർ ക്ലാസുകൾ എടുത്തു. ഗുരുവായൂർ ക്ഷേത്രഭരണം രാഷ്ട്രീയമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് പ്രവർത്തകർ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ ധർണ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡുകളിൽ ക്രിമിനലുകളെയും മദ്യക്കച്ചവടക്കാരെയും ഉൾപ്പെടുത്തുന്നത് ദൈവചൈതന്യത്തിന് ഹിതകരമല്ലെന്നും ആചാരലംഘനമാണെന്നും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് അഭിപ്രായപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ ഭജനയിരുന്നവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ ധർണ സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, ക്ഷേത്രഭരണം രാഷ്ട്രീയമുക്തമാക്കുക, ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടുനൽകുക, ക്ഷേത്രങ്ങളിൽ വൃദ്ധസദനങ്ങൾ രൂപീകരിക്കുക, അന്യാധീനപ്പെട്ട ക്ഷേത്ര സ്വത്തുക്കൾ കണ്ടുകെട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ സംഘടന ഉന്നയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ബേപ്പൂർ TK മുരളീധരൻ പണിക്കർ അധ്യക്ഷനായിരുന്നു. ചെലവൂർ ഹരിദാസ്, ശ്യാംജിത്ത് പാലക്കൽ, മനോജ് പാലയിൽ, വനജ ബാലകൃഷ്ണൻ, ഗിരിജ, P മോഹൻദാസ്, ശക്തിധരൻ പൊങ്ങോട്ട് തുടങ്ങിയവരും സംസാരിച്ചു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ മോദിയുടെ സത്യപ്രതിജ്ഞ ആഘോഷിച്ചത്. നരേന്ദ്ര ദാമോദർദാസ് മോദി വൻ ഭൂരിപക്ഷവുമായി കേന്ദ്രത്തിൽ അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ച് നഗരത്തിൽ ആഹ്ലാദാരവങ്ങൾ. BJPയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ പരിപാടികൾ നടന്നത്. ഞായറാഴ്ച രാത്രിയോടെ വിവിധ സ്ഥലങ്ങൾ കൊടികൾ കെട്ടി പ്രവർത്തകർ അലങ്കരിച്ചിരുന്നു. ഉച്ചയോടെ നഗരത്തിൽ പ്രവർത്തകരുടെ ആഹ്ലാദങ്ങളും പ്രകടനങ്ങളും പടക്കം പൊട്ടിക്കലും തുടങ്ങി. ബൈക്കുകളിൽ കൂറ്റൻ BJP പതാകയേന്തിയും ശരീരമാകെ കാവി തേച്ചുമൊക്കെയായിരുന്നു ആഹ്ലാദ പ്രകടനം. ചിലയിടത്തെ പായസ വിതരണവും ഉണ്ടായിരുന്നു. നഗരത്തിൽ വെള്ളയിൽ, ബട്ട്റോഡ്, പുതിയ കടവ്, പുതിയാപ്പ, പാളയം ജംഗ്ഷൻ, ചിന്താവളപ്പ്, മുതലക്കുളം എന്നിവിടങ്ങളിലായിരുന്നു ഏറെയും പരിപാടികൾ നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ TV സംവിധാനവും ഒരുക്കിയിരുന്നു. മുതലക്കുളം, ഗാന്ധി റോഡ് എന്നിവിടങ്ങളിൽ നിരവധി പേർ ചടങ്ങ് കാണാൻ ഒത്തുകൂടി. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ഓരോ സ്റ്റേഷനുകളിലും പ്രത്യേകം മൊബൈൽ വാഹനവും ബസും പോലീസ് ഒരുക്കിയിരുന്നു. AR ക്യാമ്പുകളിൽ നിന്നുള്ള സംഘത്തെയും നഗരത്തിൽ വിന്യസിച്ചിരുന്നു. ബേപ്പൂർ, നടുവട്ടം, BC റോഡ്, അരക്കണർ, അരീക്കാട് എന്നിവിടങ്ങളിലും സത്യപ്രതിജ്ഞ തത്സമയം വീക്ഷിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. ഇവിടങ്ങളിൽ പായസ വിതരണവും നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കോർപ്പറേഷൻ ഭരണസമിതി അനുമോദിച്ചു. അധ്യാപകരുടെയും PTA-യുടെയും ജനപ്രതിനിധികളുടെയും സ്വയം സമർപ്പണത്തിന്റെ വിജയമാണ് ഇത്തവണത്തേതെന്ന് മേയർ പ്രൊഫസർ AK പ്രേമജം പറഞ്ഞു. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കുമുള്ള അനുമോദന ചടങ്ങാണ് കോഴിക്കോട് ടാഗോർ സെന്ററി ഹാളിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചത്. 2014 വർഷത്തെ പൊതുപരീക്ഷകളിൽ കോഴിക്കോട് നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിട്ടുള്ളത്. ടാഗോർ സെന്ററി ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെയും PTA-യുടെയും ജനപ്രതിനിധികളുടെയും സ്വയം സമർപ്പണത്തിന്റെ കൂട്ടായ വിജയമാണ് നഗരസഭയിലെ SSLC+2 വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനത്തിനു കാരണമായതെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിജയജ്യോതി, കൂടെ എന്നീ വിദ്യാഭ്യാസ മാതൃകാ പ്രവർത്തനങ്ങളുടെ വിജയം കൂടിയാണ് വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനത്തിനു കാരണമായതെന്നും മേയർ കൂട്ടിച്ചേർത്തു. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ വളരെ ശക്തമായി ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്കൂളുകളെ ഏറ്റവും ഉന്നതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം സർക്കാർ സഹായിക്കുന്ന എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതിനോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എലത്തൂർ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉന്നത നിലവാരം പുലർത്താനുള്ള അവസരമൊരുക്കിയത്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അധ്യക്ഷത വഹിച്ച പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉപഹാരം സമ്മാനിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ, നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി, നികുതി അപ്പീൽ കമ്മിറ്റി ചെയർമാൻ T മൊയ്തീൻ കോയ തുടങ്ങിയവർ SSLC+2 വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉപഹാരം നൽകി. കൌൺസിലർമാരായ അഡ്വക്കേറ്റ് MT പത്മ, മുഹമ്മദ് അലി, കിഷൻ ചന്ദ്,
ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സുമം, വിദ്യാഭ്യാസ കായിക കർമ്മസമിതി കൺവീനർ ഡോക്ടർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ വാർഷിക യോഗം മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TI സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ കൂട്ടായ്മയാണ് സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ കോഴിക്കോട് ജില്ലാ വാർഷിക യോഗം മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TI സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇല്ലാതാക്കുന്നതിനുള്ള ഏറ്റവും യുക്തിസഹമായ ഒരു മാർഗം നോഷണലായിട്ട് പേ ഫിക്സ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ കണക്കാക്കുകയും ചെയ്യില്ല. അതായത് പെൻഷൻകാർ റിട്ടയർ ചെയ്തതായിട്ട് കണക്കാക്കാതെ സർവീസിൽ ഉള്ളതായിട്ട് കണക്കാക്കി സാങ്കല്പികമായ നോഷണലായിട്ട് ഫിക്സ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ നിശ്ചയിച്ചാൽ ഈ അസമത്വം, ഈ ഇനിക്വിറ്റി ഇല്ലാതാകും എന്നാണ് നമ്മൾ കമ്മീഷന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ PC രാഘവൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AV വിശ്വനാഥൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P കുഞ്ഞിരാമൻ, BSNL എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജയരാജൻ, മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. K രാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി, ഫോറസ്ട്രി ബോർഡ്, നെഹ്റു വിചാർ വേദി തുടങ്ങിയവ അനുസ്മരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫോറസ്ട്രി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കടപ്പുറം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. DCC ജനറൽ സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ അധ്യക്ഷം വഹിച്ച പരിപാടി AICC അംഗം PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ K മൊയ്തു അനുസ്മരണ പ്രഭാഷണം നടത്തി. പാലക്കണ്ടി മൊയ്തീൻ അഹമ്മദ്, നവാസ് പൂനൂർ, EV ഉസ്മാൻ കോയ, MT സേതുമാധവൻ, K സുരേഷ് ബാബു, PT ജനാർദ്ദനൻ, MP രാധാകൃഷ്ണൻ, ഫോറസ്ട്രി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 50ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 50ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC ഓഫീസിൽ വെച്ച അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ചടങ്ങ് DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് DCC അംഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നെഹ്റുവിന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. KV സുബ്രഹ്മണ്യൻ, MT പത്മ, KC രാമചന്ദ്രൻ, PK മാമുക്കോയ, PV ഗംഗാധരൻ, K രാമചന്ദ്രൻ മാസ്റ്റർ, PK ചാക്കോ, ദിനേശ് മണി, കണ്ടിയിൽ ഗംഗാധരൻ, K സത്യനാഥൻ, K ശ്രീകുമാർ, PM അബ്ദുറഹിമാൻ, K സത്യഭാമ തുടങ്ങിയ ജില്ലാ കോൺഗ്രസ് നേതാക്കളും അനുസ്മരണ ചടങ്ങിൽ സംബന്ധിച്ചു. നിറങ്ങളുടെ വർണ്ണവിസ്മയം തീർത്ത് ദേശീയ ചിത്രകലാകാരന്മാരുടെ ക്യാമ്പ് കോഴിക്കോട് സീക്കിൻ ഹോട്ടലിൽ തുടരുകയാണ്. കേരള ലളിതകലാ അക്കാദമിയും സാംസ്കാരിക വകുപ്പും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യക്തിയും സമൂഹവും രാജ്യവും നേരിടുന്ന പ്രതിസന്ധികൾക്ക് 12 ചിത്രകാരന്മാർ ഉത്തരം തേടുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ. സ്ത്രീ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്ന് MGM കോഴിക്കോട്ട് സംഘടിപ്പിച്ച വനിതാ സംഗമം അഭിപ്രായപ്പെട്ടു.
വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം NGM സംസ്ഥാന സെക്രട്ടറി സഹ്റ സുല്ലമിയ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ആരാധന സ്വാതന്ത്ര്യവും മതം അനുവദിക്കുന്ന മറ്റ് അവകാശങ്ങളും ഹനിക്കുന്ന പൌരോഹിത്യത്തെ സമൂഹം ചെറുത്തു തോൽപ്പിക്കണമെന്ന് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച മുജാഹിദ് വനിതാ സംഗമം അഭിപ്രായപ്പെട്ടു. മദ്യ ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ കയ്യിൽ നിന്ന് കേരളീയ സമൂഹത്തെ രക്ഷിക്കാൻ സർക്കാരും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. MGM സംസ്ഥാന സമിതി അംഗം സഹ്റ സുല്ലമിയ സംഗമം ഉദ്ഘാടനം ചെയ്തു. KM റുഖിയ അധ്യക്ഷം വഹിച്ചു. SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കുള്ള അവാർഡ് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. പ്രൊഫസർ K സയ്യിദ്, U കുഞ്ഞാലി മദനി, VK ഉനൈസ് സലാഹി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ശാലിനി ടീച്ചർ, P സുഹ്റ ടീച്ചർ, ബുഷ്ര CP എന്നിവർ സംസാരിച്ചു. ഈ ലോകത്ത് നാം കണ്ടുവച്ചിട്ടുള്ള തയ്യാറാക്കി വെച്ചിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്നത് നമ്മുടെ അനുഭവമാണെങ്കിൽ, അള്ളാഹു അവന്റെ അപാരമായ അനുഗ്രഹമായി നൽകേണ്ട ഒന്നാണെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. വാർത്തയിൽ ഒരിടവേള കൂടി. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. വാർത്തകൾ തുടരുന്നു. മൃദംഗ വിദ്വാൻ പാലക്കാട് R രഘുവിന്റെ ഓർമ്മയ്ക്കായി രഘുവര എന്ന പേരിൽ ഏകദിന നൃത്ത സംഗീതമേള സംഘടിപ്പിച്ചു. പത്മശ്രീ പാലക്കാട് R രഘു മെമ്മോറിയൽ ഫൌണ്ടേഷനാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. പത്മശ്രീ പാലക്കാട് R രഘുവിന്റെ ഓർമ്മയ്ക്കായി ദക്ഷിണേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലായി സംഗീത സദസ്സുകൾ സംഘടിപ്പിച്ചു വരികയാണ് R രഘു മെമ്മോറിയൽ ഫൌണ്ടേഷൻ. ഫൌണ്ടേഷന്റെ 6ാമത് സംഗീത നൃത്തവിരുന്നാണ് ചൊവ്വാഴ്ച കോഴിക്കോട്ട് നടന്നത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി സംഗീത വിദ്വാൻ പാല CK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി ആർട്ടിസ്റ്റ് N ഹരി ആശംസകൾ അർപ്പിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ശ്രീകുമാർ റാം പുല്ലാങ്കുഴലും അനൂപ് P ഭാസ്കരൻ വയലിനും തിരുവനന്തപുരം R വൈദ്യനാഥൻ മൃദംഗവും വായിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ, വനങ്ങൾ, സർക്കാർ വകഭൂമികൾ, ജലസ്രോതസ്സുകൾ തുടങ്ങിയവ നശിപ്പിക്കപ്പെട്ടതിനെപ്പറ്റിയും തരം മാറ്റം ചെയ്തതിനെപ്പറ്റിയും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രകൃതി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 1975 സ്ഥിതിവിവരക്കണക്ക് പ്രകാരം കേരളത്തിൽ 8,10,000 ഹെക്ടർ നെൽവയലുകളുണ്ടായിരുന്നു. 2011 ഇത് 1,94,000 ഹെക്ടറായി കുറഞ്ഞതായും സമിതി ചെയർമാൻ T ശ്രീനിവാസൻ, സെക്രട്ടറി TV രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് NIE LITയിൽ വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചതായി സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PG ഡിപ്ലോമ ഇൻ എംബഡഡ് സിസ്റ്റം ഡിസൈൻ, PG ഡിപ്ലോമ ഇൻ VLSI ആൻഡ് എംബഡഡ് ഹാർഡ്വെയർ ഡിസൈൻ, PG ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ ടെക്നോളജി തുടങ്ങി വിവിധ കോഴ്സുകളിലാണ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നത്. മദ്യപാനത്തിന്റെ ദുരന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹലോ ഇന്ന് 1-ാം തീയതിയ എന്ന ജനകീയ സിനിമയുടെ പ്രചരണാർത്ഥം 29 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവ് നാടകം സംഘടിപ്പിക്കും. ഡോക്ടർ ദേവദാസ് ഗാന്ധിഗ്രാമം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ മലബാർ ഹോസ്പിറ്റൽസിൽ വിവിധ ബോധവൽക്കരണ പരിപാടികളിൽ സംഘടിപ്പിച്ചതായി സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളിൽ പുകയില വിരുദ്ധ ബോധവൽക്കരണം നടത്തുകയും ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിന് കരകൌശല വസ്തുക്കളുടെ നിർമ്മാണം പരിശീലിപ്പിക്കുകയും ചെയ്തു. ഇതോടൊപ്പം സിറ്റിയിലെ ഡ്രൈവർമാർക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചുവരുകളിലും വാഹനങ്ങളിലും പുകയില വിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ സ്റ്റിക്കറുകൾ ഒട്ടിക്കുകയും ചെയ്തു. മെയ് 31, ജൂൺ 1 തീയതികളിൽ കുട്ടികൾ നിർമ്മിച്ച കരകൌശല വസ്തുക്കളുടെ വിപണനമേള RP മാളിൽ വെച്ച് നടത്തുമെന്നും സാരഥികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 150 കോടി രൂപ ലഭ്യമായതായി ആരോഗ്യമന്ത്രി VS ശിവകുമാർ. ക്യാൻസർ സെന്ററിന് 42 കോടിയും ലഭിക്കും. ഊർജിത ഭക്ഷ്യസുരക്ഷാ വാരത്തിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കം. പദ്ധതികൾ വേണ്ടവിധം ജനങ്ങളിലെത്തുന്നില്ലെന്ന് മേയറുടെ വിമർശനം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 50ാം ചരമവാർഷികത്തിൽ ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.